എന്താ അപ്പത്? നേരെ കൊടുത്തതൊന്നും അറിഞ്ഞിട്ടില്ലേ? എന്തിതൊരു നീക്കാത്തത്? വയറുവേദന? ഓ, ഞാൻ വിചാരിച്ചുള്ളൂ ഈ മാസത്തെ എന്തേ ആയിട്ടില്ലേന്ന്. മെൻസസ് എല്ലാ മാസവും ആവുന്നതില്ലേ? അതും പറഞ്ഞിട്ട് ഇങ്ങനെ ഈ നേരെ കൊടുത്തിട്ട് ഇങ്ങനെ കിടക്കുക, എണീറ്റ് കുളിക്കുന്നൊന്നുമില്ലേ? വയ്യ. ഓ, ഇനിയിപ്പോ ഒരു 3 ദിവസത്തേക്ക് വയ്യായി തന്നെ ആവുമല്ലോ അല്ലേ? നീ ആദ്യമായിട്ട് ആവുന്നല്ലല്ലോ, എല്ലാ മാസവും ഉള്ളത് തന്നെയല്ലേ? എല്ലാ മാസവും ഇത് എനിക്ക് വയ്യെന്ന് പറഞ്ഞ കട്ടിൽ നിന്ന് കയറി കിടന്നാൽ മതിയോ? വേഗം കുളിച്ചിട്ട് വരാൻ നോക്കി. എനിക്ക് അവിടെ ഒരുപാട് പണിയുണ്ട്, എന്നെ കൊണ്ട് എല്ലൊന്നും ചെയ്യാനൊന്നും വയ്യ. ഇതൊന്നും ഞാനും ആയിട്ടുണ്ട് മെൻസസും ഇതൊക്കെ. ഇപ്പോഴത്തെ ഓരോ പിള്ളേർക്ക് ആവുന്നതിന് 2 ദിവസം മുന്നേ തുടങ്ങും, ചിലവർക്ക് ഒരാഴ്ച മുന്നേ തുടങ്ങും. ആയിക്കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞാലും വയറുവേദന മാറും. ഞാനൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെയൊന്നും. അന്ന് ആ ഒരു ദിവസത്തിൽ നേരത്തൊരു വയറുവേദന ഉണ്ടാവും. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. എത്രയോ പെൺപിള്ളേരുണ്ട്, ആ അടുത്ത വീട്ടിലത്തെ പെൺകുട്ടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ മെൻസസ് ആണെന്ന് പറഞ്ഞിട്ട് ചരണ്ട് കൂട് എവിടെയെങ്കിലും കിടക്കുന്നതൊന്നും. ഓ ഓ ഓ, ക്ലാസ് എടുക്കാൻ പിന്നെ നിന്നെ കഴിഞ്ഞിട്ടുള്ളല്ലോ. എനിക്കിപ്പോൾ അതൊന്നും അറിയണ്ട, ഓരോരുത്തർക്ക് ഓരോ മാതിരിയാണോ എന്താണെന്ന്. ഇതൊന്നും ഇവിടെ പറ്റില്ല കേട്ടോ. എന്നോടിപ്പോൾ കഴിഞ്ഞ മാസം തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ. എണീറ്റ് വേഗം വന്ന് കുളിക്കാൻ നോക്ക്. ഞാനും ആയിട്ടുണ്ട്. ഞാനൊക്കെ ആകുമ്പോഴേ എനിക്കൊക്കെ ഇപ്പോൾ സുഖമാണ്. എന്നിട്ട് നിങ്ങൾക്കൊക്കെ വയ്യ. ഞാനൊക്കെ ആവുന്ന സമയത്ത് ഒന്നും തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, എന്താ അങ്ങനെയൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ലല്ലോ. എൻ്റെ അമ്മായിനൊന്നും അവരുടെ അച്ഛൻ്റെ അമ്മയൊന്നും എന്നെ ഒന്നിനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനെ ഒരു ക്ലാസ് എടുത്താൽ അത് കഴുകി 10 കൊണ്ടുപോയി കഴുകി കൊണ്ടുവരണം. തുണി എടുക്കാൻ പാടില്ല, അതെടുക്കാൻ പാടില്ല, എന്നും പുറത്ത് പോയി രാവിലെ കുളിക്കണം. അപ്പം ഞാനൊക്കെ എത്ര വയറ് വേദനിച്ചിട്ട് ആ കുളത്തിൻ്റെ കടവിലൊക്കെ കിടന്നിട്ടുണ്ടെന്ന് അറിയാം. അവിടെ കിടക്കുക, ബോധം വരുമ്പോൾ നീറ്റ് പോരുക എന്ന് പറഞ്ഞാൽ ആരും ഒന്നും മേഞ്ചി പോയി ചെയ്യില്ല. ഇപ്പൊക്കെ നിനക്കൊക്കെ എന്ത് സുഖമാണ്. ഭർത്താക്കന്മാരുടെ ചോക്ലേറ്റ്, ഐസ്ക്രീം, എന്തൊക്കെ വേണ്ട വെച്ചൊക്കെ കൊണ്ടുവന്ന് തരും. എന്നിട്ട് അവർക്കൊന്നും വയ്യ വയ്യ വയ്യ. ഇതൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ. എനിക്കിതൊന്നും പറ്റില്ല. മെൻസസ് ആവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തീരെ പറ്റില്ല, ഇങ്ങനെ കട്ടിൽ കയറി കിടക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് നിൽക്കും. അത് നടക്കുള്ളൂ. എന്നിട്ട് വയ്ക്കുമ്പോൾ ഒന്ന് വന്നാൽ മതി. എനിക്കിപ്പോൾ ഇങ്ങനെ അത് എനിക്ക് വെച്ചിട്ടുണ്ടാക്കി തരാവുന്നത് കൊണ്ടില്ല. ഞാൻ ജനിച്ചു വയ്യാത്തതുകൊണ്ടാണ് ഒരാളെ കൊണ്ടുവന്നതന്നെ മോനെ. അതിപ്പോൾ അവർക്കും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കേണ്ട അവസ്ഥ. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. തന്നെ നീറ്റ് അല്ലെങ്കിൽ അവരോട് വൈകുന്നേരം വീട്ടിലേക്ക് ആക്കി തരാൻ പറ്റും. അവരോട് മാറിയിട്ടൊക്കെ വന്നാൽ മതി. എണീക്കാൻ നോക്കില്ലേ.